അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ കൈകുട്ടിപ്പാട്ട് എന്ന് പറയുന്നത്. കൈകുട്ടിപ്പാട്ട് അതൊരു ഭയങ്കര, അതായത് വീണ്ടും കൊണ്ടുവന്നു. അത് പലർക്കും അറിയില്ലേ കൈകുട്ടിപ്പാട്ട് എന്താ? അതെ 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 അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കൈകുട്ടിപ്പാട്ട് എന്ന് കണ്ടിരിക്കണം. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ കല്യാണ വീടുകളിൽ പിന്നെ പഴയ ഉമ്മമാർ അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ പറവ സിനിമയിൽ ആ പാട്ടുണ്ട്. അതെ 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 വടക്കേലെ പാത്തുമ്പർ തുടങ്ങണം. അത് ശരിക്കുള്ള അങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു കൊച്ചിയിൽ. പഴയ ഉമ്മമാർ അവരെ വിളിക്കും. അപ്പോൾ പെണ്ണിൻ്റെ തലേന്ന് മൈലാഞ്ചിക്കൊക്കെ നമ്മൾ ഹൽദി പറഞ്ഞ മാതിരി ഇപ്പോഴാണ് ഹൽദി വീട്ടിനകത്ത് തന്നെ മൈലാഞ്ചി ഇട്ടിട്ട് പെണ്ണിനെ ഇവർ അപ്പോൾ അവർക്ക് പട്ടിക്കൊക്കെ വെച്ച് കൊടുക്കും, മുറുക്കാനും മേടിച്ചു കൊടുക്കും. മുറുക്കാൻ തിന്നുകൊണ്ട് ഇവർ ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണം വടക്കേലെ ഭാഗത്തിട്ടാലോ അപ്പം മുറുക്കാൻ ഫുൾ ടൈം മുറുക്കാൻ വായിൽ ഇത്ര ഉണ്ടാവും. ഈ പാട്ടിൻ്റെ ഇടയിൽ കൂടി ഇത് ഇങ്ങനെ തുപ്പയും ചെയ്യും. അതവരൊരു സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിൽ വന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ടീമുകളെല്ലാം അവശേഷിച്ച് പോയി. അവർക്കൊരു തലമുറക്കാർ പിന്നെ വന്നിട്ടില്ല. അതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1-2 പേരെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പറവയിലൊക്കെ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. അതിലിപ്പോൾ 1-2 പേര് ഇപ്പോൾ ഈയിടക്ക് മരണപ്പെട്ടു പോയി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഇത് കൊച്ചിയിലുള്ള നമ്മൾ 1-2 സുഹൃത്തുക്കൾ ഒരു ചായക്കടയിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഇപ്പോൾ വടക്കൻ മേഖലയിൽ വടക്കൻ പ്രദേശങ്ങളിൽ ഈ കൈകൊട്ടിപ്പാട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ആമ്പിള്ളേരാണ്, ഇന്നത്തെ ആമ്പിള്ളേർ യുവതലമുറകളാണ് തുടങ്ങിയിരിക്കുന്നത്. അത് കുറേ നാളായിട്ടുണ്ട്. അത് ഇവർ കണ്ടപ്പോൾ അത് പല വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഓരോ ചെയ്യാനുണ്ട്. അവർ കണ്ടപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ട് നമുക്കിത് കൊച്ചിയിൽ ചെയ്തുകൂടാ, കൊച്ചിയിൽ ഇല്ലല്ലോ അത്. അപ്പോൾ മറ്റാൾ പറഞ്ഞു കൊച്ചിയിൽ ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇങ്ങനെ ഇത് നമുക്കിത് തുടങ്ങിക്കൂടെ. അപ്പോൾ തുടങ്ങാം, പക്ഷെ നമുക്ക് ഇതിന് പറ്റിയൊരു ടീമും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞ് അതിലൊരാൾ ഹനീഫാക്കാരി എന്ന് പറഞ്ഞിട്ട് ഒരാൾ, പിന്നെ സൈനുദ്ദീൻ, ഇവർ 2 പേരും കൂടി സംസാരിച്ച്. അപ്പോൾ ഹനീഫാക്കാരി പറഞ്ഞു എൻ്റെ കയ്യിലൊരാളുണ്ടാ, ഇതിനെ പറ്റിയൊരു പാർട്ടിയുണ്ട്, അവൻ കുറേ ആൽബമൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ നല്ലൊരു ഇതാണ്. അപ്പോൾ ആരാന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ നവാസ് മൊയ്തു. അപ്പോൾ പുള്ളി നവാസ് മൊയ്തുവിനെ എനിക്കറിയാം, നവാസ് മൊയ്തു നമുക്ക് പഴയ അറിയാം. പുള്ളിയെ വിളിപ്പിച്ച് സംസാരിക്കാൻ. അങ്ങനെ എന്നെ വിളിപ്പിച്ച് എന്നോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നീ എൻ്റെ കോർഡിനേറ്ററായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെന്താണെന്ന് പറയും, നമുക്ക് ചെയ്യാം, നല്ലൊരു ആശയമാണ്. കാരണം നമുക്കിവിടെ കൊച്ചിയിലില്ല. അങ്ങനെ പിന്നെ അതിൽ ഇവർ 2 പേരും നമ്മൾ 3 പേരും ഞാനും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഓരോ പേരിൽ ഡിസ്കസ് ചെയ്തു. വാട്സപ്പിൽ തന്നെ ഓരോരോ പേരിട്ടിട്ട് അങ്ങനെ സൈനുദ്ദീൻ എന്നൊരാളും കുറച്ച് പേരിട്ട്. അപ്പോൾ അതിൽ ഒരു പേര് നമുക്ക് എല്ലാവരും കൂടി ആപ്റ്റായി. ഓക്കെ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായി. എൻ്റെ കൂടെ സ്ഥിരം പാടുന്നൊരു കൊച്ചിൻ റിയാസ് എന്നൊരു കൂട്ടുകാരുണ്ട്, അവനെ കൊണ്ടുണ്ടായി. അപ്പോൾ അവനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് എത്രയും പെട്ടെന്ന് കലാകാരന്മാരെ നമുക്ക് കൂട്ടണം. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള അതായത് കുറേ കലാകാരന്മാരുണ്ട്, പക്ഷെ വളരാതെ കിടക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ അവരെയാണ് ഉദ്ദേശിച്ചത്. അവരെയും കൂടി ഇതിലിട്ടാൽ അവർക്കിതൊരു രക്ഷപ്പെട്ടാൽ അവർക്കൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ അവരെ സെലക്ട് ചെയ്തിട്ട് കുറേ പേരെ ഇതിലിട്ട് അങ്ങനെ ഒരുപാട് കലാകാരന്മാരായി. 10-25 പേരോളായി. ഞങ്ങളൊരു മീറ്റിംഗ് വെച്ച് അന്ന് KJ ആൻ്റണി, നമ്മൾ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അദ്ദേഹത്തിനെ രക്ഷാധികാരിയാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മളിത് തുടങ്ങി. അതിൽ കുറച്ച് പേരൊക്കെ സ്വയമേ ഒഴിഞ്ഞു പോയി, കാരണം അവർക്ക് പല ഇതായിരുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് വന്ന് ഫീമെയിൽ ഉൾപ്പെടെ ഒരു 14-15 പേരോളായി ഞങ്ങൾ തുടങ്ങി. കുറേ പരിപാടികൾ കിട്ടി. ഇപ്പോഴും പരിപാടികളുണ്ട്. ഇപ്പോൾ ഇത്തിരി സ്ലോ ആണ്, ഓരോ ഇതുണ്ട്. ഫീമെയിലിൻ്റെ അത്ര ഇല്ലെങ്കിലും ഫീമെയിൽസിന് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നത് മെയിലാണ്. അപ്പോൾ ഇത്രയും പേര് വേണ്ട, പിന്നെ കൂടുതലും നമ്മൾ ഇത്രയും പേരെ കാണുമ്പോഴാണ് ഓരോരുത്തർ വിളിക്കാൻ ഇത്. അപ്പോൾ അത് 6 പേര് 4 പേര് മൊത്തം കോങ്കോട്രമും കൂടി കൂട്ടി പിന്നെ 8 പേരൊക്കെ ആയിട്ട് 6 സിംഗേഴ്സും 6 സിംഗേഴ്സും കോങ്കോട്രം 7 പേര് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകണം പ്രോഗ്രാം. അതും അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങളൊരു അതിലൊരു പ്രസിഡൻറ്റിനെ വെച്ചിട്ടുണ്ട്, ഒരു സെക്രട്ടറിനെ വെച്ചിട്ടുണ്ട്, ഒരു ഗജാഞ്ചിനെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ. അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ 2-3 കുറച്ച് ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട്, അടുത്ത വർഷത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. കല്യാണ പരിപാടിയും എല്ലാണ്ടൊക്കെ ആയിട്ട് കുറേ പാട്ടുകൾ നമ്മൾ അതിൽ ഒരു പാട്ട് സ്റ്റാർട്ടിങ് അതിൻ്റെ ഒരു പിന്നെ എൻട്രി സോങ് ഞാൻ തന്നെയാണ് ചിട്ടപ്പെടുത്തിയത്, കൊച്ചിക്കാരുടെ കൈകൊട്ടി. അതെനിക്കൊന്ന് പാടാൻ തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടോളൂ നിങ്ങൾ, കേട്ടോളൂ നിങ്ങൾ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്, നമ്മുടെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്. കണ്ടോളൂ നിങ്ങൾ, കേട്ടോളൂ നിങ്ങൾ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്, നമ്മുടെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്. അറബിക്കടലിൻ
റാണി എന്നാൽ അറബിപ്പൊന്നും പൂശിയുള്ളതാ, ആ പൊന്നിൻ ചുറ്റും പൂശിയുള്ളതാ, ഞങ്ങൾ നാനാജാതി മതസ്ഥരുകളാ, കണ്ടോളൂ നിങ്ങൾ കേട്ടോളൂ നിങ്ങൾ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്, നമ്മുടെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്. ഇങ്ങനെ ആ പാട്ട്. അതിൻ്റെ ആ ഒരു അത് അറബിക്കടലിൻ റാണി എന്നാൽ എന്ന് വെച്ചാൽ അറബിക്കടലിനാണ് നമ്മളെ കൊച്ചി, ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. എൻ്റെ മറ്റേ ഗ്രൂപ്പിൻ്റെ എൻ്റെ സാധാരണ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ അത് ഇട്ടേക്കണം കേട്ടോ, ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. ആ, അപ്പോൾ അറബിക്കടലിൻ്റെ റാണി എന്നാൽ അറബിപ്പൊന്നും പൂശിയതാ, ആ പൊന്നിൻ ചുറ്റും കൂടിയുള്ളതാണ്, ഞങ്ങൾ നാനാജാതി മതസ്ഥരുകളാണ്. കാരണം കൊച്ചി എന്ന് പറയുന്നത് നിങ്ങളിതിൽ പാടുന്നതിലും എല്ലാ മതത്തിലെയും ഡിവോഷണൽ സോങ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പാടുന്നത്. പക്ഷേ കല്യാണ വീടുകളിൽ നമ്മൾ ചെയ്യുന്നില്ല, കാരണം അവർ പറയുന്നതനുസരിച്ച്. കാരണം അത് കല്യാണ വീടുകളിൽ ചിലപ്പോൾ അത് എല്ലാവരും ഉൾക്കൊണ്ടെന്നിരിക്കില്ല. നമ്മൾ അന്ന് അവിടെ ഒരു ഫംഗ്ഷനിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പരിപാടിക്ക് ഉദ്ഘാടന പരിപാടിക്ക് ഞാൻ അതെ കറക്റ്റ് അന്ന് സുരജ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സുരജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ച് ആ ഒരു വഴിക്കാണ് നീങ്ങുന്നുണ്ട് നന്നായി. അപ്പൊ ഇനിയിപ്പോ ഭാവി പരിപാടികൾ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു, ഇപ്പോ അതല്ലാതെ ഇപ്പൊ ആൽബത്തിന്റെ ആ ഒരു CD-യുടെ കാലഘട്ടം കഴിഞ്ഞു, ഇപ്പൊ എല്ലാം ഡിജിറ്റലാണ്. അപ്പൊ ആ മേഖലയിലേക്ക് ഇപ്പൊ എങ്ങനെയാണ് അതായത് നടത്തുന്നുണ്ടോ? ഇപ്പൊ ഞാൻ മൊത്തത്തിലൊരു ശരിക്കും പറഞ്ഞാൽ 6-7 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, 6-7 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ മേഘമായി, വയനാടൻ കാട് പൂത്തു, അഹദവനെ വിളി കേൾക്കില്ല നീ, ഇതൊക്കെ റിലീസായ സംഭവങ്ങളാണ്.